10ാം ക്ലാസ്സിൽ ബയോളജി പഠിക്കുന്ന ഒരു കുട്ടികൾക്കും തീരെ ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ് ഇത് പ്ലാന്റ് ഹോർമോൺസ്. ഒരു ദുരന്ത ടോപ്പിക് ഉള്ളത് പറയാലോ, എനിക്കും ഇഷ്ടമല്ല. ഓക്കെ, സത്യം. അപ്പോൾ പക്ഷെ എന്നെഴുതിയിട്ട് നമ്മളിത് പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, എന്തായാലും ഇതിന് ചോദ്യം വരും. 100ക്ക് 150% ഇതിന് ചോദ്യം വരും. ക്രിസ്മസ് എക്സാമിന് എന്തായാലും ഇതിന് ചോദ്യം വരും. പബ്ലിക്കിനും മേ ബി വരാം. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ എന്തായാലും ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് പഠിക്കുക, വേറെ നിവർത്തിയൊന്നുമില്ല. ദുആ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പഠിക്കാം? അതൊരു ഐഡിയപരമാറ്റിക് ബുദ്ധിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. കൃത്യമായിട്ട് ശ്രദ്ധിച്ചോട്ടോ, ഒറ്റപ്പെട്ടേ പറയുള്ളൂ, ശ്രദ്ധിച്ചിരിക്കാം. പ്ലാന്റ് ഹോർമോൺസ്, സസ്യ ഹോർമോണുകൾ. സസ്യ ഹോർമോണുകൾ 5 എണ്ണമാണ്. അതെല്ലാവർക്കും അറിയാലോ. ഓക്സിൻ, സൈറ്റോക്കിനിൻ, ജിബർലിൻ, എത്തിലിൻ, അബ്സസിക് ആസിഡ്. ഓക്കെ, ആ 5 പേരും കൃത്യമായിട്ട് നിങ്ങൾ കുറേ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് കാണാപാടായിരിക്കും. ഓക്സിൻ, സൈറ്റോക്കിനിൻ, ജിബർലിൻ, എത്തിലിൻ, അബ്സസിക് ആസിഡ്. ഓക്സിൻ, സൈറ്റോക്കിനിൻ, ജിബർലിൻ, എത്തിലിൻ, അബ്സസിക് ആസിഡ്. ഓക്കെ, അത് പഠിച്ചു. അതൊന്നും മെയിൻ ചെയ്യണ്ട. നമ്മൾ ഇനി അതിൻ്റെ ഫംഗ്ഷൻസ് ആണ്. ഒരു ദുരന്ത വള്ളി ടോപ്പിക്കാണ്. പക്ഷെ പേടിക്കരുത്, ഞാൻ പറഞ്ഞുതരും. പിന്നെ എന്തിനാമത്തെ അറക്കൽ ജീവിച്ചിരിക്കുന്നത്? എടാ, ഈ 5 സാധനത്തിൻ്റെയും ഫംഗ്ഷൻസ് പഠിക്കാൻ ഒരു ഐഡിയ ഉണ്ട്. ഞാനിത് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാന്ന് അറിയോ? എത്തിലിൻ്റെ ഫംഗ്ഷൻ പഠിക്കുക. ഫസ്റ്റ് ആരെ ഫംഗ്ഷൻ പഠിക്കുക? എത്തിലിൻ്റെ ഫംഗ്ഷൻ. എത്തിലിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? കാണാപ്പാഠം പഠിക്കുക. അത് അങ്ങനെ തന്നെ പഠിക്കുക. അതായത് എത്തിലിൻ ആകെ ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, ലീവ്സ്, ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സ്, ലീവ്സ്, ഫ്ലവേഴ്സ്, അതായത് പഴങ്ങൾ, ഇലകൾ, അതുപോലെ തന്നെ പൂക്കൾ, ഇതൊക്കെ പഴുക്കാൻ ആര് സഹായിക്കുന്നു? എത്തിലിൻ സഹായിക്കുന്നു. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സ്, ഇല, പുഷ്പം, ഫലങ്ങൾ എന്നിവ പഴുക്കുന്നതിന് ആര് സഹായിക്കുന്നു? എത്തിലിൻ സഹായിക്കുന്നു. അപ്പോൾ എത്തിലിന് ആകെ ഒറ്റ പണിയുള്ളൂ. എന്തിനു സഹായിക്കുന്നു? റൈപ്പനിങ് ചെയ്യാൻ സഹായിക്കുന്നു, പഴുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ എത്തിലിന് എവിടെ കേട്ടാലും റൈപ്പനിങ്, പഴുക്കുക, റൈപ്പനിങ്, പഴുക്കുക, റൈപ്പനിങ്, പഴുക്കുക. എത്തിലിന് ഏത് ഉറക്കത്ത് കേട്ടാലും റൈപ്പനിങ്, പഴുക്കാൻ സഹായിക്കുന്നു, റൈപ്പനിങ്ങിനെ സഹായിക്കുന്നു. റൈപ്പനിങ് ഓഫ് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ലീവ്സ്. ഓക്കെ, അത് ആ രീതിയിൽ പഠിച്ചു വെക്കാം. ഇനി അടുത്തത് ഓക്സിൻ. ഇനി ഓക്സിനും സൈറ്റോക്കിനും ജിബർലിനും അബ്സസിക് ആസിഡും ഒക്കെ 1 by 1 ആയിട്ട് പഠിക്കാം. ആദ്യം ഓക്സിൻ. ഓക്സിൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓക്സി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരേണ്ടത് സുഹൃത്തുക്കളെ? ഓക്സി എന്ന് കേൾക്കുമ്പോൾ മാക്സി എന്ന് ഓർമ്മ വരണം. അപ്പോൾ ഓക്സിനെ ആലോചിക്കുമ്പോൾ എന്ത് ഓർമ്മ വരണം? മാക്സി ഓർമ്മ വരണം. മാക്സി നോക്കൂ. ഓക്കെ, മാക്സിന്റെ പ്രത്യേകതകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മാക്സി അത്യാവശ്യം നീളം ഉണ്ടാവില്ലേ? അല്ലാതെ ടോപ്പ് പോലെ ചെറുതാണോ? അല്ല, മാക്സി അത്യാവശ്യം നീളം ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെമ്മിന്റെ നീളം കൂട്ടാൻ സഹായിക്കുന്നു. ഒരു ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ സ്റ്റെമ്മിന്റെ നീളം കൂട്ടാൻ സഹായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തിന് സഹായിക്കില്ല? വീതി കൂട്ടാൻ സഹായിക്കില്ല, അതിനത് എതിർക്കും. അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷനും കിട്ടി. ഇൻഹിബിറ്റ് ദ ലാറ്ററൽ ബഡ് ഗ്രോത്ത്, അതായത് പാർശ്വമുകള വളർച്ചയെ തടയും. ലാറ്ററലായിട്ട് പോകുന്നത് എന്ത് ചെയ്യും? തടയും. പക്ഷേ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം, നേരെ പോകുന്നത് എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യിപ്പിക്കും, അത് പ്രൊമോട്ട് ചെയ്യും. നീളം കൂട്ടും, വീതി കൂട്ടൂല. ഓക്കെ, ഇനി മാക്സി ഇടണോണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും അതേപോലെ തന്നെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ മാക്സി ആണ് അധികം വീട്ടിൽ നിന്ന് ഇടുക. കാരണം എന്താ? ഈസി ആയിട്ട് മൂവ് ചെയ്യാം. കാരണം എന്താ? ഫ്രീ ആണ്. മാക്സി കുറച്ച് ഫ്രീ ആണ്. അല്ലാതെ നമ്മൾ പാൻറ്റും ഷർട്ടൊക്കെ ഇടുന്ന പോലെ ഭയങ്കര ടൈറ്റ് അല്ല. അപ്പോൾ മാക്സി കുറച്ചും കൂടി ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനു സഹായിക്കുന്നു? റെഗുലേറ്റ് ട്രോപ്പിക് മൂവ്മെന്റിനെ, ട്രോപ്പിക ചലനങ്ങൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. പിന്നെ മാത്രമല്ല മാക്സി ഇട്ട് കണ്ടാണ് പൊതുവെ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ എന്തെങ്കിലും ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മാക്സി ഒക്കെ ഇട്ട് കാണാം. അല്ലാതെ ആരെങ്കിലും ഷൽവാറോ അല്ലെങ്കിൽ മറ്റേ കുർത്ത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയങ്കര ഒരു പാർട്ടി വെയറൊക്കെ ഇട്ട് കാണാൻ നമ്മൾ എന്താണ് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഉണ്ടാക്കാൻ പോകുമോ? ഇല്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഒരു വീട്ടു പച്ചക്കറികളോ അല്ലെങ്കിൽ ചെറിയ ചെടികളോ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ലോക്കൽ മാക്സി സിമ്പിൾ ആയിട്ടുള്ള സാധനം ഇട്ടാണ്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഭയങ്കര സെറ്റപ്പ് ആയിക്കാണ്ട് ഭയങ്കര ചുരിദാറൊക്കെ ഇട്ട് ഭയങ്കര ഫിനിഷിംഗ് ആയി പുട്ടിയൊക്കെ ഇട്ട് അങ്ങനെയൊന്നും ആരും ചെയ്യില്ലല്ലോ. ഇല്ല. അപ്പോൾ എന്താണ്? ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാക്സിയാണ് ധരിക്കുക. അപ്പോൾ ഓക്സിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ദ ഫോർമേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഫോർമേഷൻ എന്ത് സഹായിക്കുന്നു? ഓക്സിൻ സഹായിക്കുന്നു. അപ്പോൾ ഓക്സിൻ എന്ന് കേൾക്കുമ്പോൾ എന്താലോചിക്കുക? മാക്സി ആലോചിക്കുക. എന്നിട്ട് ആ മാക്സിൻ്റെ ആ ഒരു സംഭവം എങ്ങനെ എന്ത് ചെയ്യുക? മൈൻഡിൽ കൊണ്ടുവരാം. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനാണ് സൈറ്റോക്കിനിൻ്റെ ഫംഗ്ഷൻസ്. സൈറ്റോക്കിനിൻ്റെ വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾ സൈറ്റോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? സൈറ്റോളജി ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? സെല്ലുമായി ബന്ധപ്പെട്ടതാണ്. സൈറ്റോളജി സെല്ലുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ്. അപ്പോൾ സൈറ്റോ എന്ന് പറഞ്ഞാൽ സെല്ലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്ഷൻ കൊണ്ടുവരാം. അപ്പോൾ ഇതാ സെൽ ഡിവിഷന് സഹായിക്കുന്നു, അതുപോലെ തന്നെ സെൽ ഡിഫറൻഷിയേഷന് സഹായിക്കുന്നു. സെൽ ഡിവിഷന് സഹായിക്കുന്നു, സെൽ ഡിഫറൻഷിയേഷന് സഹായിക്കുന്നു. കോശ വിഭജനത്തിന് സഹായിക്കുന്നു, കോശ വൈവിധ്യവൽക്കരണത്തിന് സഹായിക്കുന്നു. അത് രണ്ടും അവിടെ തന്നെ കണക്ട് ചെയ്യുക. പിന്നെ നേരത്തെ നമ്മൾ ഓക്സിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. ഓക്സിൻ എന്താണ്? മാക്സി, നീളമുണ്ട്. അപ്പോൾ നീളം കൂട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തിനു സഹായിക്കുന്നില്ല? വീതി കൂട്ടാൻ സഹായിക്കുന്നില്ല. അപ്പോൾ വീതി കൂട്ടാൻ ആരെങ്കിലും സഹായിക്കണ്ടേ? അതാര് സഹായിക്കും? നമ്മുടെ സൈറ്റോക്കിനും സഹായിക്കും. അത് ആ ഒരു ലോജിക്ക് വെച്ച് കണ്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അതായത് ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്നു. പാർശ്വമുകള വളർച്ച എന്ത് ചെയ്യുന്നു?
പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം ഈ നല്ല സൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് എല്ലാവരും പോകും. അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടും. കാരണം ഇപ്പോൾ അവിടെ ചായ അടിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് പിക്ക് എടുക്കാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കാറും ബസ്സും ലോറിയും പിന്നെ എന്താണ് എല്ലാതും എടുത്തുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും അങ്ങോട്ട് ഇങ്ങനെ പോകും. അതേപോലെ തന്നെ ഇവിടെ എന്താണ് സൈറ്റ് ആലോചിക്കുക. അപ്പം നല്ല സൈറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടും. അതെ അപ്പോൾ ആ ഒരു സാധനം മൈൻഡിൽ കൊണ്ടുവരിക. പ്രൊമോട്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ടു ഗ്രോവിംഗ് റീജിയൻ. ആ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗ്രോവിംഗ് റീജിയൻ വളരുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നു. നല്ലൊരു സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കുള്ള ആളുകളുടെ പ്രവേശനം എന്ത് ചെയ്യും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഗ്രോവിംഗ് റീജിയൻ വളരുന്ന ഭാഗത്തിലേക്ക് എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ട് എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ സൈറ്റോകിനിൻ കണക്ട് ചെയ്യുക. പിന്നെ സൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ് സെല്ലുമായി ബന്ധപ്പെട്ട വാക്കാണ്. അപ്പോൾ സെൽ ഡിവിഷൻ സെൽ ഡിഫറൻഷിയേഷൻ. പിന്നെ ഓക്സിൻ എന്തിനു സഹായിക്കുന്നു നീളം കൂടാൻ സഹായിക്കുന്നു. അപ്പോൾ വീതി കൂടാൻ ലാറ്ററൽ ബഡിന്റെ ഗ്രോത്തിന് ആരെങ്കിലും സഹായിക്കണ്ടേ? അതാര് സഹായിക്കും? സൈറ്റോകിനിൻ സഹായിക്കും. അപ്പോൾ അതും കിട്ടി, ഹാപ്പി. പിന്നെ അടുത്തത് ജിബ്ബർലിനും അബ്സസിക് ആസിഡും. ഇവരുടെ ഫംഗ്ഷൻ പഠിക്കാൻ വേറൊരു ഐഡിയ ഉണ്ട്. അതായത് ഈ ജിബ്ബർലിന്റെ പ്രത്യേകതയും അബ്സസിക് ആസിഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര ശത്രുക്കൾ, ആജന്മ ശത്രുക്കൾ. സീന അർജന്റീനയും ബ്രസീലൊക്കെ പോലെ ഒരു ശത്രുക്കളൊന്നല്ല, എന്നാലും എന്താണ് അതൊക്കെ പോലെയാണ് ആരുള്ളത് ജിബ്ബർലിനും അബ്സസിക് ആസിഡും. ഇവർ ഭയങ്കര ഫൈറ്റേഴ്സ് ആണ്. അതായത് ജിബ്ബർലിൻ എന്താണോ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആരായിരിക്കും ചെയ്യുക? അബ്സസിക് ആസിഡ് ചെയ്യും. ഇനി അബ്സസിക് ആസിഡ് എന്താണോ ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര് ചെയ്യുന്നത്? ജിബ്ബർലിൻ ചെയ്യുന്നത്. ഇവർ ആജന്മ ശത്രുക്കളാണ്. അപ്പോൾ ഇവരുടെ പരിപാടികൾ രണ്ടും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ സിമ്പിൾ ആണ്. ജിബ്ബർലിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ബ്രേക്ക് സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യും. സീഡ് ഡോർമൻസി എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയാണ് ആർക്കുള്ളത്? ജിബ്ബർലിനുള്ളത്. അപ്പോൾ അബ്സസിക് ആസിഡ് എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് സപ്പോർട്ട് ഡോർമൻസി ഓഫ് സീഡ്സ്. സീഡ് ഡോർമൻസി എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. മറ്റവൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ്. സിമ്പിൾ, അത്രേ ഉള്ളൂ. അപ്പം സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും സീഡ് ഡോർമൻസി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീഡുകൾ എന്ത് ചെയ്യും? മുളച്ച് പൊന്താൻ ചാൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു? ജിബ്ബർലിൻ ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും ഒക്കെ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര്? അബ്സസിക് ആസിഡ്. അവൻ എന്ത് ചെയ്യുന്നു? ആ ഗ്രോത്തിനെ തടയാണ് ചെയ്യുക. ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് പാർട്സ്. ഈ പ്ലാന്റ് പാർട്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെയും സീഡ്സിന്റെയും ഒക്കെ ഗ്രോത്ത് എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. സസ്യഭാഗങ്ങളുടെ വളർച്ച എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. മറ്റവൻ എന്ത് ചെയ്യുന്നു? ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ച എന്ത് ചെയ്യുന്നു? ഉത്തേജിപ്പിക്കുന്നു. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. പിന്നെ അബ്സസിക് ആസിഡിന് ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ പാകമായ ഇലകളും ഫലങ്ങളും പൊഴിക്കാൻ. അതായത് ഇലകളൊക്കെ എന്ത് ചെയ്യുന്നു? ഇലകളൊക്കെ മരത്തിൽ നിന്ന് താഴെ വീഴാൻ ആര് സഹായിക്കുന്നു? അബ്സസിക് ആസിഡ് സഹായിക്കുന്നു. പ്രൊമോട്ട് അബ്സിഷൻ ഓഫ് മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. മെച്യൂർഡ് ആയിട്ടുള്ള ലീവ്സിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ താഴെ വീഴാൻ സഹായിക്കുന്നു. അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. അബ്സസിക് ആസിഡ് പേരിലൊരു ആസിഡ് ഉണ്ടല്ലോ. അപ്പോൾ ആസിഡൊക്കെ ഒരു ഫ്രൂട്ട്സിമേലോ അല്ലെങ്കിൽ ഒരു ഇലകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഫ്രൂട്ടും ആ ഇലയൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ട് അത് താഴേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ ലോജിക്കാണ്. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ആസിഡ് തട്ടിക്കഴിഞ്ഞാൽ ഫ്രൂട്ട്സും ഇലകളൊക്കെ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അബ്സിഷൻ ഓഫ് മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്. മെച്യൂർഡ് ആയുള്ള ലീവ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും അബ്സിഷന്, അത് പൊഴിയാൻ, അത് നിലത്ത് വീഴാൻ, അത് പൊഴിഞ്ഞു പോകാൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അപ്പോൾ സാധനം സെറ്റ് അല്ലേ? ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഈ ഒരു പ്ലാൻ ഹോർമോൺസ് ഒരു കീറാമുട്ടിയ ടോപ്പിക്കാണ്, ഇതൊരു ദുരന്ത ടോപ്പിക്കാണ് എന്ന് പറയരുത്. എല്ലാ പ്ലാൻ ഹോർമോൺസിൻ്റെയും ഫംഗ്ഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മുത്തുമണികൾ ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ദ സ്റ്റെം. കാണ്ഡത്തിൻ്റെ നീളം കൂട്ടാൻ സഹായിക്കുന്നത് ആരാന്നുള്ളത് നമ്മളിപ്പോൾ ജസ്റ്റ് പഠിച്ചു. ആ ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചു. അതാരാന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു പ്ലാൻ ഹോർമോൺസ് പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ ഇതിങ്ങനെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ പഠിക്കും, എവിടെ കണക്ട് ചെയ്യും, ഏതൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് ജസ്റ്റ് ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീ യു സൂൺ. നിങ്ങൾ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.